നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളുകയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുകയാണ്. രാത്രി വൈകിയും വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി അറിയിപ്പുകൾ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈകി വരുന്ന അവധി അറിയിപ്പുകൾ നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അപ്ഡേഷൻ കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ല. കൃത്യമായിട്ട് ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും പെയ്ത മഴയുടെ അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങൾ, ഇനി ആ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന നാശനഷ്ടങ്ങൾ, ഇവയുടെ എല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്ത് തഹസിൽദാർമാരുടെയൊക്കെ റിപ്പോർട്ടുകൾ വരും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാറുള്ളത്. ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശവും കൃത്യമായിട്ട് നമ്മൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ മാറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.